മട്ടന്നൂർ കൂത്തുപറമ്പ് ഉപജില്ല മലയാളം അധ്യാപക ശാക്തീകരണം KHS തൊക്കിലങ്ങാടിയിൽ ആരംഭിച്ചു. ജംഷീർ മാസ്റ്റർ, ഗിരീഷ് മാസ്റ്റർ, പവിത്രം മാസ്റ്റർ എന്നിവരാണ് റിസോഴ്സ് ടീച്ചറായി പ്രവർത്തിച്ച് കോഴ്സിൻ്റെ സുഗമമായ നടത്തിപ്പിനായി 5 ഗ്രൂപ്പുകളായി തിരിച്ചു. പൊതു ലീഡറായി ബിന്ദു ടീച്ചറെ തിരഞ്ഞെടുത്തു. വിവിധങ്ങളായ ചിന്തകളിലേക്ക് കോഴ്സ് ചർച്ച തിരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ച് എന്ന് പറയുന്ന ഒരു വീഡിയോ, അതിജീവനത്തിൻ്റെ പുതിയ ആഖ്യാനങ്ങളായിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളുടെ അവതരണങ്ങൾ, ഇതിലൂടെ ക്ലാസ് പുരോഗമിച്ചു. ഒറ്റപ്പെടുന്നവരെ കണ്ടെത്തുകയും ചേർത്ത് പിടിക്കുകയും എന്ന് പറയുന്ന ആശയം തന്നെയാണ് ക്ലാസ്സിലും നിർവഹിക്കപ്പെടേണ്ടത് എന്ന ക്രോഡീകരണത്തിലാണ് ഈ വീഡിയോയുടെയും അനുബന്ധ അവതരണങ്ങളുടെയും ചർച്ചകളുടെയും പര്യവസാനം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ആശയം മനസ്സിലാക്കിയിട്ടുണ്ട്. പഠനങ്ങൾ ചേരുമ്പോൾ അർത്ഥത്തിൽ ചർച്ചയും അത്തരമൊരു കവിത ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കത്തെ കുറിച്ചുള്ള വിവിധങ്ങളായ വിശകലനങ്ങളുമാണ് തുടർന്ന് നടന്നത്. ഇതിൻ്റെ വ്യത്യസ്ത ഈണങ്ങളിലുള്ള അവതരണം ക്ലാസ്സിനെ ചലനാത്മകമാക്കി. ഏതൊരു ഈണവും അതിൻ്റെ ആശയത്തിനും ഭാവത്തിനും ഉചിതമാവണം എന്ന കൃത്യമായ ഒരു നിരീക്ഷണവും ഈ ഘട്ടത്തിൽ ഉണ്ടായി. ചോദ്യപേപ്പറിലെ ഭാഷാപ്രയോഗങ്ങളെ മുൻനിർത്തിയുള്ള ഒരു ചർച്ചയും അതിനെ തുടർന്നുള്ള വിശകലനവും ആയിരുന്നു തുടർന്ന് നടന്നത്. കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾക്ക് നിരന്തരമായ പിന്തുണ നൽകേണ്ടതുണ്ട് എന്നിടത്താണ് കോഴ്സ് അവസാന ഘട്ടത്തിലെത്തിയത്. കൃത്യം 4 മണിക്ക് ക്ലാസ് സമാപിച്ചു. അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ 2ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിച്ചു. RP പവിത്രൻ മാസ്റ്റർ ആമുഖഭാഷണം നടത്തി. ജംഷീർ മാസ്റ്റർ സെഷനിലേക്ക് നേരിട്ട് പ്രവേശിച്ചു. ക്ലാസ് റൂമിൽ നടത്തിയ വിജയിച്ചതും പരാജയപ്പെട്ടതുമായ പഠനതന്ത്രങ്ങളെക്കുറിച്ച് വിവിധ കാര്യങ്ങൾ അധ്യാപകർ പങ്കുവച്ചു. ശ്രീ ഷഹരിയാർ മാസ്റ്റർ, അഭിനവ്യ ടീച്ചർ, സുപ്രിയ ടീച്ചർ, ബിന്ദു ടീച്ചർ തുടങ്ങിയ അധ്യാപകർ തങ്ങളുടെ ക്ലാസ് റൂം അനുഭവങ്ങളെക്കുറിച്ച് വിവരിച്ചു. കോഴ്സിലെ കാര്യങ്ങൾ വിലയിരുത്താനായി എത്തിച്ചേർന്ന കൂത്തുപറമ്പ് AEO രത്നജ ടീച്ചർ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസികയുടെ കവർ പ്രകാശനം നിർവഹിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും തുടരുകയും ചെയ്തു. തുടർന്ന് പവിത്രൻ മാസ്റ്റർ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പരിചയപ്പെടുത്തുകയും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. അസീസ് മാസ്റ്റർ, ബിന്ദു ടീച്ചർ, സജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. BPC ശ്രീ സതീന്ദ്രൻ മാസ്റ്റർ ക്യാമ്പ് സന്ദർശിക്കുകയുണ്ടായി.
ശ്രീമതി രശ്മി ടീച്ചർ അവരുടെ വിദ്യാലയത്തിൽ നടത്തിയ തെളി മലയാളം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ആസൂത്രണം ആവശ്യമുണ്ട്. എല്ലാവരെയും നമ്മൾ പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകണം. അപ്പോൾ അവിടെ പല ഘട്ടങ്ങൾ. പവിത്രൻ മാസ്റ്റർ നടത്തിയ ക്രോഡീകരണത്തിന് ശേഷം ഫോട്ടോ സെഷനായി ഉച്ചഭക്ഷണത്തിനായി എല്ലാവരും പിരിഞ്ഞു. കൂട്ടമായും ഒറ്റയ്ക്കും ഗ്രൂപ്പുകളായും ഫോട്ടോ എടുത്ത് അധ്യാപകർ തങ്ങളുടെ ഓർമ്മകൾ പകർത്തിവെച്ചു.